ഹായ് ഫ്രണ്ട്സ്, വീട്ടിലെ പച്ചക്കറികളുടെ വേസ്റ്റ് കളയാതെ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയ കമ്പോസ്റ്റ് കറിവേപ്പില ചെടിക്ക് എങ്ങനെ ശരിയായി ഇടാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന കമ്പോസ്റ്റ് ആണ് ഇത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് എടുക്കാം. ഏകദേശം 30 ദിവസത്തോളം ആയിട്ടോ ഇത്. പിന്നെ മുട്ടത്തോടൊന്നും ശരിക്കും അങ്ങ് പൊടിഞ്ഞില്ല. ഞാൻ ഉള്ളിത്തൊലി, പിന്നെ മുട്ടത്തോട്, ചായപ്പൊടിൻ്റെ വേസ്റ്റ്, അങ്ങനെയുള്ള അതായത് പച്ചക്കറികളുടെ തൊലികൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഇത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടി, അതായത് കൗഡങ് പൗഡർ. ഞാൻ ഇത് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ്, എത്രത്തോളം നല്ലതെന്ന് അറിയില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ച പിന്നെ വളങ്ങൾ നല്ലതായിരുന്നു കേട്ടോ. ഓർഗാനിക് ആയിട്ടുള്ള ഇതിൽ നിന്ന് നോക്കിയിട്ടാണ് ഞാൻ വാങ്ങുന്നത്. നല്ല വളമായിട്ട് തന്നെ കിട്ടാറുണ്ട്. പിന്നെ കുറച്ച് ഡോളോമൈറ്റും കൂടി ചേർക്കുന്നുണ്ട്. അപ്പൊ അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ. ഇത് എല്ലാ പച്ചക്കറികൾക്കും നല്ലതാണ്. പച്ചമുളകിനും, വെണ്ടയ്ക്ക, തക്കാളി എല്ലാത്തിനും ഇടാം. നല്ല വളല്ലേ എല്ലാം ഓർഗാനിക് ആയിട്ടുള്ളതാണല്ലോ ഇത്. പിന്നെ നമ്മൾ വീട്ടിൽ വേസ്റ്റ് ആക്കി കളയുന്ന പച്ചക്കറി വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ. അപ്പൊ നല്ല അടിപൊളി വളമാണ്. ഇനി കുറച്ച് വെള്ളം കൂടി തെളിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് സെറ്റാകും. ഇനി 2 ദിവസം കഴിഞ്ഞ് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ കറിവേപ്പിലേക്ക് വളമിടുന്ന രീതിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ കരിവേപ്പില ഇങ്ങനെ എൻ്റെ ചെടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം. പിന്നെ വന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ? അപ്പോൾ ഇതിന് ഞാൻ കുറേ ആയി വളം ഇട്ടിട്ട് ഒന്നും ഞാൻ ചെയ്യാറില്ലായിരുന്നു. അതാണ് ഈ മഴയ്ക്ക് ഇതിങ്ങനെ തിളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് വളങ്ങൾ കൂടുതൽ കൊടുക്കുവാണെങ്കിൽ ഇനി നന്നായിട്ട് പിടിക്കുമല്ലോ. അപ്പോൾ വളപ്രയോഗ രീതിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ ഗാർഡനിങ് ടിപ്സും കാര്യങ്ങളുമാണ് എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത്യാവശ്യം കുക്കിങ്ങും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇത് നേരത്തെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഡോളോമൈറ്റും, വെർമി കമ്പോസ്റ്റും, കിച്ചൺ വേസ്റ്റ്, പിന്നെ എല്ലുപൊടി, അതൊക്കെ മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പൊ ഇത് നമുക്ക് കരിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ കുറേ ചീരത്തൈകൾ പിടിച്ചിട്ടുണ്ട്. പിന്നെ കുറേ വേണ്ടാത്ത ചെടികളൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആദ്യം പൊരിച്ചു മാറ്റി കളയാം. പിന്നെ ഇങ്ങനത്തെ ഇലകളൊക്കെ നമുക്ക് കളയാം. എന്താ വെച്ചാൽ വീണ്ടും ഇതിൽ തന്നെ ഇട്ടാൽ വീണ്ടും അതിൽ നിന്ന് കിളുത്ത് വരും. അതുകൊണ്ട് അതൊക്കെ കളഞ്ഞേക്കാം. ഇത് മണത്തക്കാളിയാണ്. ഇത് വേറെ ഒരു ഗ്രോ ബാഗിലോട്ടേക്ക് നടാം. പിന്നെ തക്കാളി തൈയൊക്കെ പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. തക്കാളി തൈയും ഇതൊക്കെ മാറ്റി നടാം. അല്ലെങ്കിൽ ഇതിന്റെ വളമെല്ലാം അത് വലിച്ചെടുക്കും. ഈ ചീരത്തൈ ഇതിൽ നിന്ന് വളർന്നോട്ടെ, അവിടെ നിൽക്കട്ടെ. ഇനി ഇതിന്റെ വേരിൽ നിന്ന് കിളുത്ത് വന്നതാണ് ഇത്. കണ്ട, ചെറിയ തൈയായിട്ട് വന്നിട്ടുണ്ടോ? അപ്പൊ ഇതിന് നമ്മൾ ഇതിന് വളം കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിനും കൂടി കിട്ടുമല്ലോ. അപ്പൊ ഇത് വേഗത്തിൽ വളർന്നു വരും, വലുതായിട്ട് വളർന്നു വരും. ഇത് വലിയ ഗുണമില്ല. ഈ ചീര തൈ ഇങ്ങോട്ടേക്ക് എടുക്കാം. നമുക്ക് ഈ ചീര തൈയൊക്കെ പൊരിച്ചിട്ട് നമുക്ക് വേറെ ഒരു ഇതിലോട്ടേക്ക് നടാം, വേറെ ഒരു ഗ്രോ ബാഗിലോട്ടേക്ക് നടാം. അപ്പൊ ഇതിന്റെ ഇടുന്ന വളമൊക്കെ ഇതിന് കിട്ടുമല്ലോ. കുറേ ചീര ഉണ്ട് ഇതിൽ വന്നിട്ട്. വലുതായ ചീരനെ മാത്രം ഞാൻ അവിടെ വെക്കാന്നേ. ഇത് ഇതിലോട്ടേക്ക് വെക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് അതിനെ നടാം. ഇനി ഇതിന്റെ മണ്ണൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിന്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കിയിട്ട് വേണം വളം ഇട്ട് കൊടുക്കാൻ കേട്ടോ.
ഇതിന്റെ സൈഡിലോട്ടായിട്ട് നമുക്ക് വളം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മുളക് തൈയും കൂടി വന്നിട്ടുണ്ട്. ആ മുളക് തൈ നമുക്ക് ഇങ്ങനെ പിഴുതെടുക്കാം. കണ്ടില്ലേ, ഇത് വേറെ ഒന്നിലേക്ക് മാറ്റി നടാം. ഇതെല്ലാം ഇവിടെ നിൽക്കട്ടെ. കുറേ ആയി ഇതിന് ഞാനൊരു വളം ഇട്ട് കൊടുത്തിട്ട്, അതുകൊണ്ടാണ് കരിവേപ്പില വേഗം പോയത്. പിന്നെ ജൈവ സ്ലറി മാത്രമേ ഒഴിച്ചുകൊണ്ട് കൊടുത്തിട്ടുള്ളൂ. അതും ഇപ്പൊ ഒഴിച്ചു കൊടുക്കാറേ ഇല്ല ഞാൻ. ഇനി ഈ എടുത്ത മണ്ണ് ഇങ്ങോട്ടേക്ക് ഇതിലോട്ടേക്ക് മൂടി കൊടുക്കാം. നമ്മൾ എന്ത് വളം ഇട്ടാലും ഇച്ചിരി മണ്ണ് ഇട്ട് കൊടുക്കണമല്ലോ. അതാണ് അതിൻ്റെ, ഇല്ലെങ്കിൽ വെയിൽ കൊള്ളുമ്പം വളത്തിനൊന്നും ഒരു ഗുണമില്ലാതെ ഇപ്പോ. ഇനി ചീരകളൊക്കെ ഈ സൈഡിൽ നിന്ന് പിഴുത് കളയുമ്പോൾ ഇതും അതിന്റെ കൂടെ ആയിപ്പോയി. അപ്പൊ ഇത് ഇനി അതിലോട്ടേക്ക് തന്നെ നടാം. നന്നാവോ എന്തോന്ന് അറിയില്ല, നോക്കാം കേട്ടോ. കാണിക്കും. അങ്ങനെ ഇതിന് വളമൊക്കെ ഇട്ട് സെറ്റായി. ഇനി വേറെ ഒരു പരിപാടിയും കൂടി ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ വളം ഇടുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഇതിന്റെ കായ് വന്നിട്ടുണ്ടാവും. കായ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നാണ് വിത്ത് എടുക്കുന്നത്. വിത്ത് എടുത്തിട്ട് ഇത് നടുവാണെങ്കിൽ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിത് ഇങ്ങനെയല്ല ചെയ്തത്. ഞാൻ നാട്ടിൽ നിന്ന് തൈ കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പൊ ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതിങ്ങനെ വെച്ചോണ്ടിരുന്നാലുണ്ടല്ലോ, പിന്നെ മേൽപോട്ട് അങ്ങോട്ടും അത് വളരില്ല. വെറും കായാവും. കായ് പഴുത്തിട്ട് പിന്നെ അങ്ങനെ ഇലകളൊന്നും വരില്ല. അതുകൊണ്ട് ഇത് ഞാൻ ഈ വിത്തുകളൊക്കെ ഇങ്ങോട്ട് എടുക്കുവാണ്. ഇത് നമുക്ക് വേറെ ഒരു ഇതിലോട്ടേക്ക് പരീക്ഷിച്ച് നോക്കാം. ഈ വിത്ത് നട്ടാൽ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അപ്പൊ ആദ്യം ഇതെല്ലാം ഞാൻ അതുകൊണ്ട് കട്ട് ചെയ്യാണേ. വരുള്ളൂ. അപ്പൊ ഇത് കണ്ടോ, ഇതുപോലെ ചെറിയത് കാണുന്നില്ലേ? ഇതിന്റെ ഈ ഇല, ഇതിന്റെ ഈ കായ്, ഇതിങ്ങനെ പൂവായിട്ട് വരും. ഇത് പൂവായിട്ട് വലുതാകുമ്പോഴാണ് ഇങ്ങനത്തെ കായായിട്ട് വരുന്നത്. അതുകൊണ്ട് നമ്മൾ അത് ആദ്യം കട്ട് ചെയ്ത് കളഞ്ഞാല് പിന്നെ ഇതുപോലെ കായായിട്ട് വരില്ല. കുറച്ച് കട്ട് ചെയ്തൊക്കെ വെക്കുവാണെങ്കിൽ കരിവേപ്പില ഇനിയും കൂടുതൽ ബ്രാഞ്ചസ് വരും. കൂടുതൽ ശാഖകളായിട്ട് നല്ല പോലെ നമുക്ക് കരിവേപ്പില കിട്ടും. അപ്പൊ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് വേണം വളം ഇട്ട് കൊടുക്കാൻ. എന്തെങ്കിലും ചെടികൾക്ക് വളം ഇടുന്നുണ്ടെങ്കിൽ ചെടികൾ ആദ്യം നന്നാക്കിയിട്ട് മാത്രമേ വളം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ വളമൊക്കെ അതിന് പിടിക്കുള്ളൂ. ഇതിങ്ങനെ ഉണങ്ങി വരും. അതിന് ശേഷം നമുക്ക് വിത്തിടുവാണെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും, എനിക്കറിയില്ല. എനിക്ക് ഈ ഗാർഡനിങ്ങിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല കേട്ടോ. ഞാൻ യൂട്യൂബൊക്കെ കണ്ട് പഠിച്ചിട്ട് ഓരോന്ന് അറിഞ്ഞിട്ട് ചെയ്യുന്നതാണ്. എനിക്ക് ചെടികളും ഗാർഡനിങ്ങും ഒക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ ഓരോ വീഡിയോസും ഞാൻ കണ്ട് വന്നിട്ടാണ് ഞാനിങ്ങനെ ചെയ്യാൻ പഠിച്ചത്. അങ്ങനെ ഗാർഡനിങ് ചാനൽ കണ്ട് വരുമ്പോഴാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ ചേച്ചിയുടെ ഗാർഡനിങ് വീഡിയോസൊക്കെ ഞാൻ കാണുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഓർഗാനിക്കായിട്ട് ചെയ്യുന്ന ഗാർഡൻ വീഡിയോസ് എനിക്കിഷ്ടമായി. അപ്പോൾ എനിക്ക് അത് കൂടുതൽ കണ്ട് ഭയങ്കര എനിക്ക് മോട്ടിവേഷൻ ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ചെടികളുടെ പരിപാടി. പിന്നെ എനിക്ക് ഈ ടെറസ് ഉള്ളത് കാരണം വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ടെറസ് ഉള്ളവർക്കെല്ലാം ഇതുപോലെ ഗ്രോ ബാഗിലൊക്കെ നടാലോ. നമുക്കിപ്പോൾ കുറേ സ്ഥലം വേണമെന്നൊന്നും ഇല്ല. അപ്പൊ കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന പച്ചക്കറികൾ, അതായത് പച്ചമുളക്, വഴുതിനിങ്ങ, വെണ്ടയ്ക്ക, കരിവേപ്പില, ചീര, അങ്ങനെയൊക്കെ നമുക്ക് നടാമല്ലോ. അപ്പൊ അങ്ങനെ എനിക്ക് കണ്ട് ഇഷ്ടമായിട്ട് ഞാനായിട്ട് തുടങ്ങിയതാണ്. പിന്നെ കുറേ മറ്റുള്ളവരുടെ ഗാർഡനിങ് വീഡിയോസ് ഒക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ കുറേ ഗാർഡനിങ് വീഡിയോസ് കണ്ട് എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ. എനിക്ക് ചെടികൾ എന്ന് പറഞ്ഞാൽ
ഭ്രാന്താണ്. അങ്ങനെ ഞാൻ തുടങ്ങിയതാണ് ഈ എൻ്റെ ഗാർഡനിങ്. എത്രത്തോളം ശരിയാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു ചെറിയ അറിവിലൂടെ ഞാനിത് സ്റ്റാർട്ട് ചെയ്തതാണ്. കുഴപ്പമില്ല, എനിക്ക് അത്യാവശ്യം പച്ചക്കറികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം ഞാൻ കുറഞ്ഞു പോയി നടുന്നത്. മുന്നേ ഉള്ള എൻ്റെ ചാനലിൽ മുന്നേ ഉള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ കാണാൻ നിങ്ങൾക്ക് കുറേ പച്ചക്കറികൾ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. ഈ വർഷം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അത്രമാത്രം ചെയ്യാൻ പറ്റിയില്ല, കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന ജൂൺ മുതൽ ഞാൻ വീണ്ടും എന്താ പറയുക കുറേ പച്ചക്കറികൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട്. ഇനിയിപ്പോൾ വെയിലും സമയമൊക്കെ അല്ലേ, അതുകൊണ്ട് ഇപ്പം ഞാൻ ചീര, പയറ്, പച്ചമുളക്, കാന്താരി മുളക് അങ്ങനെ കുറച്ച് പച്ചക്കറികളേ ഉള്ളൂ ഇപ്പം. ഇനി ജൂൺ മുതൽ ഞാൻ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അന്നേരം ഞാൻ ഓരോ വീഡിയോസ് ആയിട്ട് എടുത്തിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. ഇനി ഇതൊക്കെ കട്ട് ചെയ്യാം. നമുക്ക് വീഡിയോ എടുക്കുന്നത് മോനാണ്, അവന് ക്ഷമയില്ല, അതാണ് സംഭവം. ഇതിന്റെ പൂവും ഇതും കട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഇതേപോലെ കുരുവായിട്ട് വരും, പിന്നെ നമുക്ക് ഇലയൊന്നും കിട്ടില്ല. ഇതിന്റെ ഈ എക്സ്ട്രാ ഇങ്ങനെ ഉണങ്ങിയ കൊമ്പൊക്കെ ഇതൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ ഈ ഉണങ്ങിയ കൊമ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് കട്ട് ചെയ്യാം. ഇതുപോലത്തെ പച്ച ഗ്രോ ബാഗിലാണ് ഞാൻ ആദ്യം തന്നെ നട്ടത് കേട്ടോ. കരിവേപ്പിലൊക്കെ കുറച്ച് വലിയ ഗ്രോ ബാഗ് ആയിരിക്കും നല്ലത്. ഇത് വളങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ നട്ടതാണ്. ഇത് കണ്ടില്ലേ, എല്ലാം നല്ല പോലെ കിളുത്ത് വന്നതിന് ഇതിന്റെ വേരിന്ന് ഇത് വന്നതാണ്. ഞാൻ വിത്തൊന്നും ഇട്ടതല്ല കേട്ടോ. കണ്ടോ, ഇതിനും ഇങ്ങനെ പൂ വരുന്നുണ്ടോ, ഇത് പിന്നീട് അത് കായായിട്ട് വരും. അപ്പൊ നമുക്ക് ഇതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇതാ ഈ പൂവ് കണ്ടോ, ഈ പൂവ് കണ്ടോ, ഇതാണ് പൂവ്, ഈ വെള്ളപ്പൂവ് കണ്ടോ, പൂവ്. ഇതിങ്ങനെ കട്ട് ചെയ്ത് കളയാം. മതി. ഇതൊക്കെ നന്നായിട്ട് വരുന്നുണ്ടല്ലേ അല്ലേ, നല്ല സൂപ്പർ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിലൂടെയൊക്കെ വേണ്ടാത്തതൊക്കെ കിളുത്ത് വരും. അപ്പൊ അത് നമ്മൾ ആദ്യം പൊരിച്ച് കളയാം, എന്നിട്ട് നമുക്ക് വളം ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് ഇതൊക്കെ വൃത്തിയാക്കിയ വീണ്ടും വന്നു. ഗ്രോ ബാഗ് ആണെങ്കിലും സൈഡ് കിളുത്ത് വേസ്റ്റ് ആയിട്ടുള്ള കുറെ കളകൾ കിളുത്ത് വരാൻ, അതാണ് ആദ്യം കിളുത്ത് വരിക. നമുക്ക് ആവശ്യമുള്ളത് വേഗമൊന്നും കിളുത്തും വരില്ല. അങ്ങനെയൊക്കെയാണ്. ഇനി ഈ വളം നമുക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളകും അതിലിടയ്ക്ക് വന്നിട്ടുണ്ട് കണ്ടോ, കുരുമുളകും ഇതും. നമുക്ക് ചെറിയ സ്ഥലല്ലേ, അപ്പോൾ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓരോന്നിങ്ങനെ നടുകയാണ്. ഇതിങ്ങനെ മണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. എന്താ വെച്ചാൽ ഇത് കുറേ ആയി നട്ടിട്ട്, ഏകദേശം കൊറോണ സമയത്ത് നട്ടതായത് ഞാൻ. മരം പോലെ ഇരിക്കുന്നത്. ഇതിപ്പം നമ്മൾ മണ്ണിലാ നട്ടിട്ടുണ്ടെങ്കിൽ വലിയ മരമായേനെ ഇത്. അപ്പൊ ഇതിനൊക്കെ ഒരു പരിധിയില്ലേ, കണ്ടോ. ഇനിയിപ്പോ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ വെട്ടിക്കളയണം. ഇതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് വളം ഇട്ട് കൊടുത്താൽ അപ്പോഴത്തേക്ക് ഇതും വരുമല്ലോ. ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, കുറേ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് എന്താ പറയാ, ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ജൈവ സ്ലറി എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അതായത് കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഏറ്റവും ബെസ്റ്റാണ്. കഞ്ഞിവെള്ളം പുളിപ്പിച്ചതും പിന്നെ കടലപ്പിണ്ണാക്ക് അങ്ങനത്തെ ഒക്കെ ഉള്ളത് ഏറ്റവും ബെസ്റ്റാണ് ചെടികൾക്ക്. ചെറിയ തൈ കണ്ട എന്താ ഭംഗി കാണാൻ. ഇനി ഈ മരം പോലെയുള്ളത് കട്ട് ചെയ്ത് കളയണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐഡിയ പറഞ്ഞു തരിക. ഇതുപോലെ ഉള്ളത് ഫുൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിളുത്ത് വരുമോ എന്തോന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ആരെങ്കിലും അറിയുവാണെങ്കിൽ ഒന്ന് കമന്റിലൂടെ അറിയിക്കുക. ഈ മേലെ കാണുന്ന ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞെങ്കിൽ കിളുത്ത് വരുമോ ഇല്ലയോ ഒന്ന് കമന്റിലൂടെ അറിയിക്കൂ കേട്ടോ.